ബാബുരാജ് അനുസ്മരണത്തിന് വേണ്ടി ഒരു പാട്ടാണ്. മുഴുവൻ പാടാൻ സമയമില്ല. ഞങ്ങൾ എടുത്താണ് തൽക്കാലത്തേക്ക് അടുത്ത പ്രോഗ്രാമിന് വേണ്ടി. കേരളത്തിന്റെ തനതായ നമുക്ക് മാത്രം അവകാശപ്പെട്ട 17ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട കലാരൂപമാണ് കഥകളി. ശാസ്ത്രീയ നൃത്ത നാട്യ കലാരൂപമാണ് കഥകളി. ഇതിൽ നൃത്തം, സംഗീത, അഭിനയം എന്നിവ ചേർന്നതാണ്. നവരസങ്ങൾ മുഖാഭാവങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന കലാരൂപം. പ്രധാന കഥാപാത്രങ്ങൾ പച്ച, കത്തി, താടി തുടങ്ങിയവയാണ്. ഇവിടെ ദൃശ്യാവിഷ്കാരം ശ്രീമതി രാധാമണി ടീച്ചർ ആൻഡ് ശ്രീ രഞ്ജിത് കുമാർ ആൻഡ് ശ്രീ അലക്സാണ്ടർ. പ്രിയമുള്ള പ്രൊഫസ് കുടുംബാംഗങ്ങളെ, കഥകളി സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഒരു കഥകളി ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതല്ല. മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ആട്ടക്കഥാകാരനായ ഉണ്ണായി വാര്യരുടെ നളചരിതം കഥയിലെ ഒരു ചെറിയ ഭാഗം ഞങ്ങളുടേതായ രീതി, കഥകളിയുടെ മുദ്രകളൊന്നും അല്ല, ചെറിയ തോതിലൊക്കെ മുദ്രകൾ ചേർത്തിട്ടുണ്ട്, അങ്ങനെ അവതരിപ്പിക്കുകയാണ്. ഈ ഒരു ആശയം കൊണ്ടുവന്നത് നമ്മുടെ പ്രസന്നകുമാർ സാറാണ്. അതിലെ പാട്ട് പാടിയിരിക്കുന്നത് രഞ്ജിത്ത് സാറും പ്രസന്നകുമാർ സാറുമാണ്. അതിൽ താളമിട്ട് ചെണ്ട, മദ്ദളം തുടങ്ങിയവ നമ്മുടെ ഗ്രൂപ്പിന് പുറത്തുനിന്നുള്ള സോമരാജൻ സാറാണ്. അപ്പം ഇതിൻ്റെ കഥാഭാഗം കൊണ്ടൊന്ന് പറയാം. നളചരിതത്തിലെ ദമയന്തി നളനെ കുറിച്ചുള്ള ഓർമ്മയിൽ പ്രേമമുള്ള കാലമാണ്. ഓർമ്മയിൽ ആകപ്പാടെ അസ്വസ്ഥയായിരിക്കുന്ന കാലമാണ്. ഇവർ പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് തോഴിമാരുണ്ട്, ഇന്നത്തെ തോഴിയേ ഉള്ളൂ. ഈ തോഴി മൊത്തം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾ പെട്ടെന്ന് നെർവസ് ആവും ദമയന്തി. അപ്പം തോഴി ചോദിക്കും, ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ പൂന്തോട്ടത്തിലോട്ട് പോകാൻ വേണ്ടി വലിയ നിർബന്ധമാണല്ലോ, പോകാൻ വേണ്ടിയാണോ വന്നത്, നമുക്കിവിടെ ഇങ്ങനെ നല്ല സുഖമായിട്ട് കഴിയാം എന്ന് തോഴി പറയുമ്പോൾ ദമയന്തി പറയും, ഇവിടെ ഈ വണ്ടുകൾ ചലിക്കുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ചെവിക്കകത്ത് ലോഹം ഉരുക്കി ഒഴിച്ചപ്പോഴുള്ള ഒരു ഫീലാണ്. കുയിൽ പാടുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ആർപ്പാടെ ചെവിക്കകത്ത് ശൂലം കുത്തുന്ന പോലെ. ഈ പ്രണയം എന്ന് പറയും, വിരഹം വരുമ്പോഴാണ് ഇത്തരം സുന്ദരമായ കാഴ്ചകളൊക്കെ വേദനാജനകമാകുന്നത്. നമുക്ക് കൂടെ ആളില്ലെങ്കിൽ ദണ്ഡപ്പ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ദമയന്തി എന്ന് പറയുന്നത് അതിദുഃഖ കാരണമാണ് ഈ ആരാമ സഞ്ചരണം എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് അവിടേക്ക് സ്വർണ്ണ നിറത്തിലുള്ള ഒരു അരയന്നം പറന്നു വരികയാണ്. മിന്നൽക്കൊടി ഇറങ്ങി വന്നതുപോലെ ഒരു സ്വർണ്ണവർണ്ണമുള്ള അരയന്നം ഇറങ്ങി വന്നു. ഇത് കഥകളിയുടെ അതേ രീതിയിലില്ല,
ഞങ്ങളുടേതായ രീതിയിൽ ഇവിടെ സാക്ഷാത്കരിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണം. പാളിച്ചകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അത് കേട്ടില്ലേ കേൾക്കേണ്ടത് കേൾക്കണം.